നമസ്കാരം. ലോകത്തെ ഞെട്ടിച്ച് ഏത് നിമിഷവും ഒരു ആക്രമണ വാർത്തയുണ്ടാകാം. ഇസ്രായേൽ ഇറാൻ പരസ്യ പോര് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇസ്രായേലിന്റെ ആണവ പദ്ധതി രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുവെന്നും വൈകാതെ പുറത്തുവിടുമെന്നും ഇറാൻ ആരോപിച്ചതിന് പിന്നാലെയാണ് തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തവർക്കെതിരെ തിരിയാൻ നെതന്യാഹുവും കൂട്ടരും പദ്ധതിയിട്ടിരിക്കുന്നത്. ആക്രമണശേഷിയെ ശക്തിപ്പെടുത്തുന്ന രഹസ്യങ്ങളുടെ ശേഖരം എന്നാണ് ഇറാൻ അവയെ വിശേഷിപ്പിച്ചത്. ആണവ പദ്ധതി ആരോപിച്ച ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ UN-ൽ നീക്കം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ. ആണവ നിലയങ്ങളെക്കുറിച്ചുള്ളതടക്കം നിർണായകമായ വിവരങ്ങളാണ് തങ്ങൾ ചോർത്തിയതെന്നും അടുത്തിടെ അറസ്റ്റിലായ ഇസ്രായേൽ പൗരന്മാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുമാണ് ഇറാൻ പറയുന്നത്. ഇതോടെയാണ് ഇസ്രായേൽ പ്ലാനുകൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന സൂചനകൾക്കിടെ കടുത്ത ജാഗ്രതയിലാണ് അമേരിക്കയുമുള്ളത്. ആക്രമണ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇറാനിലെ ചില ജീവനക്കാരെ ഒഴിപ്പിക്കാനും പെന്റഗൺ അനുമതി നൽകി. മിഡിൽ ഈസ്റ്റിൽ നിന്നും സൈനിക കുടുംബാംഗങ്ങൾക്ക് പിന്മാറാനുള്ള അനുമതിയും പെന്റഗൺ നൽകിയിട്ടുണ്ട്. മേഖലയിലുടനീളം സൈനിക സംഘർഷ സാധ്യത ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷാ മുൻകരുതലുകൾ കൂടുതൽ ശക്തമാക്കുന്നതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കാനും ഭീകരമായ സൈനിക ഇടപെടൽ ഒഴിവാക്കാനുമായുള്ള കരാർ നേടാനുള്ള സാധ്യതകൾ മങ്ങിയതായി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കരാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തനിക്ക് വിശ്വാസമുണ്ടായിരുന്നുവെന്നും നിലവിൽ അത്ര ആത്മവിശ്വാസമില്ല എന്നും അവർക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുമാണ് ട്രംപ് ന്യൂയോർക്ക് പോസ്റ്റിനോട് പ്രതികരിച്ചത്. ഏതാനും മാസങ്ങളായി US അനുമതിയില്ലാതെ ഇറാനിലെ ആണവായുധ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന ആശങ്കയാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത്തരം ഏത് ശ്രമങ്ങളും ട്രംപ് മുൻകൈ എടുക്കുന്ന ഇറാനുമായുള്ള ആണവായുധ ധാരണകളെ തകർക്കും എന്നാണ് US ഇന്റലിജൻസ് നിരീക്ഷണം. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലിന്റെ ഏറ്റവും ശക്തമായ സൈനിക രാഷ്ട്രീയ പിന്തുണ നൽകുന്ന അമേരിക്ക പ്രത്യാഘാതം നേരിടുമെന്ന് ടെഹ്റാൻ ടൈംസും നേരത്തെ വിശദമാക്കിയിരുന്നു. മിഡിൽ ഈസ്റ്റ്, കിഴക്കൻ യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഇറാനിയൻ താൽപ്പര്യങ്ങൾ ആക്രമണ സാധ്യതയുള്ള പരിധിയിൽ വരുന്ന എംബസികൾ, അടിയന്തര പ്രവർത്തന സമിതികൾ ചേർന്ന് റിസ്ക് കുറയ്ക്കുന്നതിനായുള്ള നടപടികളെക്കുറിച്ച് വാഷിംഗ്ടണിലേക്ക് റിപ്പോർട്ടുകൾ അയക്കാനും US ഉത്തരവിട്ടിട്ടുണ്ട്. ഇറാഖിലുള്ള അവശ്യ ജീവനക്കാരെ മടക്കി അയക്കാൻ അനുമതി നൽകാൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ബുധനാഴ്ച തീരുമാനിച്ചിട്ടുമുണ്ട്. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളായ ഇറാഖ്, ഖത്തർ, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുണ്ട്. അതേസമയം ഏതെങ്കിലും രീതിയിൽ ആക്രമണം അമേരിക്കയ്ക്ക് നേരെ തിരിഞ്ഞാൽ വൻ സംഘർഷം ഉണ്ടാകുമെന്ന ഭീഷണിയാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇതിനും ഇറാൻ മറുപടി കൊടുത്തു. ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ എല്ലാ അമേരിക്കൻ താവളങ്ങളും വ്യോമതാവളങ്ങളടക്കം നശിപ്പിക്കുമെന്നും ഇവയെല്ലാം തന്നെ ഇറാന്റെ പരിധിയിലാണെന്നുമാണെന്നാണ് പ്രതികരണം. 2 ടൺ ഭാരമുള്ള വാർഹെഡുള്ള വിനാശകാരിയായ ഒരു മിസൈൽ ഇറാൻ അടുത്തിടെ പരീക്ഷിച്ചിട്ടുള്ളതിനാൽ തന്നെ എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്നതാണ് നിലവിലെ സ്ഥിതി. മിസൈലുകൾ ഉൾപ്പെടെ ഇറാൻ കൂടുതലായി ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കടന്നൽക്കൂട്ടം പോലെ കുതിച്ചു വന്ന വൻ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ലക്ഷക്കണക്കിന് ഡ്രോണുകളും ഇറാന്റെ ആയുധപ്പുരയിൽ ഉണ്ട്. റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഇത്തരം ആയിരക്കണക്കിന് ഡ്രോണുകൾ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനായി ഇറാൻ റഷ്യയ്ക്കും കൈമാറിയിട്ടുണ്ട്. ഇതിന് പകരമായി റഷ്യ എന്തൊക്കെ ആയുധങ്ങളാണ് ഇറാന് കൈമാറിയതെന്നത് സംബന്ധിച്ച ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇതൊരു ഭീഷണി തന്നെയാണ്. ഇറാൻ ആണവശക്തിയാകുന്നതിൻ്റെ അടുത്തെത്തി എന്നതാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് എങ്കിലും ഇതിനകം തന്നെ അവർ ആണവായുധം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് തന്നെ സംശയവുമുണ്ട്. ഏതായാലും ലോകമിപ്പോൾ ഉറ്റുനോക്കുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം ഏത് രീതിയിൽ പോകും, അത് അമേരിക്കയെ എത്രത്തോളം സ്വാധീനിക്കും അല്ലെങ്കിൽ എത്രത്തോളം ബാധിക്കും എന്നത്.